സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവർ ഈ രീതിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇതിന്റെ തുടർന്നുള്ള തുക വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഏപ്രിൽ മാസത്തെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വിതരണം ചെയ്യാനുണ്ട്. ഈ തുകയും ഉൾപ്പെടെ മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഏപ്രിൽ മാസവും തുക വിതരണമുണ്ട്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലുമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ മാറി വരികയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ തുടരുകയാണ് ചെയ്യുക. അതായത് വീണ്ടും പ്രതിമാസം നമുക്ക് 1000 രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിൽ ഈ ആനുകൂല്യം തുടർന്നു പോകുന്നതാണ്. ഇനി അതുമാത്രമല്ല, ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും സർക്കാരിന് സാധിക്കും. തുക വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനും സർക്കാരിന് സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 18 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നിലവിൽ അപേക്ഷ വെച്ചിട്ടുള്ളത്. സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന അർഹരായ ആൾക്കാർ ഈ പദ്ധതിയിൽ അപേക്ഷ വെക്കാനുണ്ട്. ഇനി ആരെങ്കിലും അർഹതയുള്ളവർ അപേക്ഷ വെക്കാനുണ്ടെങ്കിൽ BPL അല്ലെങ്കിൽ APL റേഷൻ കാർഡ് ആയിരിക്കണം. മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കാനായിട്ട് പാടില്ല. സർക്കാരിന്റെ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിര താൽക്കാലിക കരാർ ജോലി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അതെല്ലാം കൃത്യമായി പാലിക്കുന്നവർക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും. പ്രായപരിധി 35-നും 60 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി 34 വയസ്സുള്ള ഒരു സ്ത്രീ 35-ാമത്തെ വയസ്സ് എത്തുന്നതോടെ അവർക്കും ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ യോഗ്യതയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡ്, അതുള്ള മറ്റു മാനദണ്ഡങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി പാലിച്ചിരുന്നാൽ മതി അപേക്ഷകൾ വയ്ക്കാം. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതാണ്. പേരുകളിൽ നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യുമെന്റിലെ പേരിലും എന്തെങ്കിലും ഒരു തരം തെറ്റുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ക്ലാരിറ്റി കുറവ് അപ്ലോഡ് ചെയ്ത രേഖകളുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവാം. മൂന്നാമത്തെ ഒരു പ്രധാന അറിയിപ്പ് ഇത് തന്നെയാണ്. 81,000-ഓളം വരുന്ന അപേക്ഷകൾ, അതായത് 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകൾ, 81,000-ഓളം വരുന്ന അപേക്ഷകൾ, അതായത് 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകൾ, 81,000 അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ റീവെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ബന്ധപ്പെട്ട എന്താണ് പ്രശ്നമുള്ളതെന്ന് കണ്ടെത്തി റീസബ്മിറ്റ് ചെയ്യണം. ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും. അക്കൗണ്ടിലേക്ക് പണം എത്തില്ല. പിന്നീടായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോഴേക്കും തന്നെ പല ഇൻസ്റ്റാൾമെന്റുകൾ നമുക്ക് മുടങ്ങിക്കാണും. അതുകൊണ്ടൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ, നിലവിൽ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവർ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ തടസ്സമില്ല. അല്ലാത്ത പക്ഷം എന്ത് കാരണത്താൽ അപേക്ഷകൾ പെൻഡിംഗ് ആയെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം കൂടി സംസ്ഥാന ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള പ്രത്യേക പോർട്ടലായ സേവന പെൻഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആധാർ നമ്പർ മാത്രം മതി. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ സ്റ്റേറ്റസ് ഒക്കെ പരിശോധിക്കാം. ആനുകൂല്യം ക്രെഡിറ്റ് ആയിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സ്മാർട്ട് ഫോൺ വഴി നമ്മുടെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് സ്ഥിരീകരിക്കുക. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിവ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.